ഇന്നത്തെ വീഡിയോ യാത്രയുടേതല്ല, പകരം ഒരു സംരംഭകയെ പരിചയപ്പെടുത്തുകയാണ്. രേഖ രവീന്ദ്രൻ വെങ്ങോലക്കാരിയാണ്. നമസ്കാരം. നമസ്കാരം. ഞാനൊരു സംരംഭകയെ കാണാൻ വന്നതാണ്. ഇവിടെ ചെടികളും ഈ പൂക്കളും അല്ലാതെ വേറെ എന്താണ് സംരംഭം? വേറൊരു ചെറിയ കൂണിന്റെ ഒരു സംരംഭം ഉണ്ട് നമുക്ക്. കൂണിന്റെ എങ്ങനെയാ? കൂണ് കൃഷിയുണ്ട്, അതുപോലെ കൂണിന്റെ വിത്ത് ഉൽപാദനം ഉണ്ട്. അങ്ങനെ സാധാരണ എല്ലായിടത്തും കൂണ് കൃഷിയാണ്. കൂണ് കൃഷി നമ്മള് കൂണ് കൃഷിയായിട്ടാ തുടങ്ങിയത്. ഒരു 22 വർഷമായി. അപ്പൊ നമ്മളൊരു 20 വർഷത്തോളായി നമ്മൾ വിത്തും ഉൽപ്പാദിപ്പിച്ച് തുടങ്ങി. നമ്മള് സെയിൽസ് നേരത്തെ തുടങ്ങിയുണ്ട്, പക്ഷെ അങ്ങനെ കൂടുതലായിട്ടൊരു പുറത്തേക്കൊന്നും ഉണ്ടായില്ല. ഈ സമയത്താണ് ഇപ്പൊ നമ്മള് സെയിലും തുടങ്ങിയിരിക്കുന്നത് കൂടുതലായിട്ട്. വിൽപ്പന വീട്ടിൽ വന്ന് വാങ്ങും, അല്ലെങ്കിൽ DTDC കൊറിയർ വഴി. എവിടെയാണ് നിങ്ങൾ ചെയ്യുന്നത്? നമുക്ക് 2 ഫാം ഉണ്ട്. ഇപ്പൊ നമ്മൾ മുകളിലത്തെ ഫാമിലാണ് ചെയ്യുന്നത്, വീടിന്റെ വാർക്കയുടെ മുകളിലുള്ളത്. പിന്നെ ഒരു ഫാം പുറത്തുണ്ട്. അപ്പൊ അതൊരു 6 മാസം ഒരു ഫാമിൽ കൃഷി ചെയ്തിട്ട് നമുക്കൊരു ഇടവേള കൊടുക്കണം. അപ്പൊ നമ്മൾ മുകളിലത്തെ ഫാമിലേക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം. വിത്ത് ഉൽപ്പാദിക്കുന്നത് നമുക്ക് ലാഭമുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ പെല്ലറ്റിലാ ചെയ്യുന്നത്. ഉണ്ട്. കാണാം, ലാഭമൊക്കെ കാണാം. ഇതാണ് നമ്മുടെ ഒരു ബഡ്. ഇത്രയാണ് നമ്മുടെ ബഡ് ഉണ്ടാവുക. പെല്ലറ്റിൽ കെട്ടുമ്പോ കവർ പെല്ലറ്റിൽ ഉണ്ടാക്കിയതാണ്. ഈ കൂണ് 2ാം ദിവസമാണ് ഇന്ന്. അപ്പൊ ഇത് 4ാം ദിവസം വിളവെടുക്കേണ്ടത്. അപ്പൊ ഈ 1 കിലോ പെല്ലറ്റില് നമ്മൾ 1.5 കിലോ തിളച്ച വെള്ളം ഈ കവറിലേക്ക് തന്നെ ഒഴിക്കാം. ഇത് PP കവറാണ്. ചൂടാറി പിറ്റേ ദിവസം നമ്മൾ കൂണിന്റെ വിത്ത് പൊട്ടിച്ചിട്ട് കൊടുത്താൽ മതി. ഇതാണ് കൂണിന്റെ വിത്ത്. ഇതാണ് ലാമിനാർ എയർ ഫ്ലോ ചേംബർ എന്നാണ് ഇതിന് പറയുക. നമ്മൾ ഇതിൽ വെച്ചാണ് ടിഷ്യൂ കൾച്ചർ വഴി വിത്ത് ഉൽപാദനം. ഇതുപോലുള്ള ടെസ്റ്റ് ട്യൂബുകളില് നമ്മൾ അതിന് വേണ്ട മീഡിയം തയ്യാറാക്കും. ചേംബറിനകത്ത് നമ്മള് ഇത് ഗ്യാസിന്റെ ബോൺസൺ ലൈറ്റ് ആണിത്. ഈ ലൈറ്റ് ഇതിൽ തെളിച്ച് വെച്ചിട്ടാണ് ഈ ചേംബർ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. അപ്പൊ ഇതിൽ അണുക്കളെല്ലാം മാറിപ്പോകും. ഇതാണ് മഷ്റൂമിന്റെ കൾച്ചർ. എന്നിട്ട് ഈ പൂപ്പലിൽ നിന്നും കുറേശ്ശെ കട്ട് ചെയ്ത് ഇട്ടുണ്ടാക്കിയ ആദ്യ മാതൃവിത്താണിത്. ഈ മാതൃവിത്തിൽ നിന്നും നേരിട്ട് പകർത്തിയ 1ാം തലമുറ വിത്തുകളാണ് ഇതെല്ലാം. നമ്മുടെ കൂണ് കൃഷിയിൽ നമുക്ക് കിട്ടുന്ന വിത്തില് എല്ലാ വിത്തും ഇതുപോലെ വെളുത്തിരിക്കും. പക്ഷെ അതില് ഈ പൂപ്പൽ എത്രമാത്രം അടങ്ങിയിരിക്കുന്നു, അവിടെയാണ് കൂണ് കൃഷിയുടെ വിജയം. ഈ വിത്തും പെല്ലറ്റൊക്കെ ഇവിടുന്ന് സപ്ലൈ ചെയ്യും. ഇവിടുന്ന് തന്നെ കൊണ്ടുപോകും, എല്ലാവർക്കും കൊടുക്കുക. എത്ര എണ്ണം വേണമെങ്കിലും നമ്മുടെ വാട്സപ്പിൽ പറഞ്ഞാൽ മതി. അവരിയ്ക്കുന്നിടത്ത് നമ്മൾ DTDC വഴി ഇത് കൊറിയർ ചെയ്ത് കൊടുക്കും. ഇനിയും കൂടുതൽ ഉയർന്നേക്ക് എത്തട്ടെ എന്ന് മാത്രമായി ആശംസിക്കുന്നു. സന്തോഷം. നമസ്കാരം.